ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒന്നാന്തരം ഒരു ഹലുവയുമായാണ്. അപ്പോൾ ഇതിന് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്നാമത്തേത് ഞാനൊരു നുള്ള എണ്ണ പോലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്തേത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പനംപൊടിയാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ ഇതറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ പനംപൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 6 ശർക്കര ബ്രൗൺ നിറത്തിലുള്ളത്, പിന്നെ കനം കുറഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്ത ഒരു മുറി തേങ്ങ, കശുവണ്ടിയും 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ പാകത്തിന് വെള്ളം. അപ്പോൾ പനംപൊടി കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിന് പകരം കൂവപ്പൊടി 1 കപ്പ് എടുത്താൽ മതി. നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഔഷധ ഗുണമുള്ളതാണ് കൂവപ്പൊടി. അതൊരു കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽമ നെയ്യാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂണ്. അപ്പോൾ ഈ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി ലൂസാക്കി എടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ശർക്കര പാനി റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ശർക്കര ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇത് റെഡിയാവാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ഒരു പാന് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലിട്ട് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. കാരണം ഹലുവ ആകുമ്പോൾ ഒരുപാട് നേരം ഇട്ട് ഇളക്കി എടുക്കേണ്ടതല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉരുളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഒരുപാട് ഫ്രൈ ആയി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പനംപൊടിയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് പനംപൊടി ഒന്ന് പരിചയപ്പെടാം. ഇത് കൊടപ്പന എന്ന ഒരു മരത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ കഴിയും. ഈ ഗ്രാമങ്ങളിലൊക്കെ കണ്ടുവരുന്ന നല്ല വണ്ണത്തിലുള്ള ഒരു മരമാണിത്. അതിൻ്റെ ഓല നമ്മൾ വീടിന് മേൽക്കൂരയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ ഏകദേശം വംശനാശം വന്നു തുടങ്ങിയെന്ന് തന്നെ പറയാം. കാരണം ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ അവസാനത്തെ ഒരു മരമാണ്. ഇതും കൂടി മുറിച്ച് മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൊടപ്പനയുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു കയമ്പുണ്ടല്ലോ, അത് നന്നായിട്ട് ഉരലിലൊക്കെ ഇടിച്ച് അതിൽ നിന്നും അതിൻ്റെ പൊടി മാത്രമായിട്ട് വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് നല്ല റിസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് നേരം ഇട്ട് അടച്ചു വെച്ചാൽ ഇത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ വറവായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ പനംപൊടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇതിന് പകരം ഞാൻ പറഞ്ഞില്ലേ, കൂവപ്പൊടി എടുത്താൽ മതി. അതും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ. കൂവപ്പൊടിക്ക് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ കൂവപ്പൊടി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന നെയ്യ് ഹലുവ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ പാത്രത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബാക്കി വരുന്ന നെയ്യ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പനംപൊടി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ ഊറി വന്ന വെള്ളം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കളയാം. ഇനി ഇത് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല കേട്ടോ. നമുക്ക് അറിയാമല്ലോ, ഒരു ഇളക്കി വരുമ്പോൾ ഒരു പാകത്തിന് എത്രയെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ജഗ്ഗിൽ ബാക്കി വന്ന വെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തുടരെ ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കാതെ മാറി നിൽക്കരുത്. അപ്പോൾ നമുക്കിതിൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിയിൽ കല്ല്
ഉള്ളത് പെടാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് കൂടി ഇളക്കുമ്പോൾ ഇത് ചെറുതായിട്ട് സ്റ്റിക്കി ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതൊരു കുഴമ്പ് രൂപത്തിലായി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കുറച്ച് നേരം കൂടി സ്റ്റിക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് എടുത്ത് മാറ്റി വെച്ച് ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹലുവയിൽ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ഇത്രയും എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നല്ല സ്റ്റിക്കി ആയിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹലുവക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് പാത്രത്തിൽ തേങ്ങയും കശുവണ്ടിയും കൂടി നിരത്തി വെക്കാം. ഞാൻ ചെറിയൊരു പാത്രത്തിലും കൂടി നെയ്യ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പാത്രത്തിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. അടുപ്പിൽ നിന്ന് ഇറക്കി ചൂടോടുകൂടെ തന്നെ ഞാൻ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടാറാനായിട്ട് കാത്തു നിൽക്കരുത്, അപ്പോൾ കട്ടിയായി പോവും, പിന്നെ ഒഴിക്കാനായിട്ട് പറ്റൂല. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വന്നത് അടുത്ത പാത്രത്തിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു സ്പൂൺ വെച്ച് ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഹലുവ 2 പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 35 മിനിറ്റ് അത്രയും മതി സെറ്റായി കിട്ടാനായിട്ട്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി ഒരു 35 മിനിറ്റിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയിൽ നെയ്യൊക്കെ പുരട്ടിയതുകൊണ്ട് തന്നെ ഒരു പ്രയാസമല്ല അത് വിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഹലുവയാണ്. ഞാൻ പറഞ്ഞല്ലോ, പനംപൊടി കിട്ടിയിട്ടില്ലെങ്കിൽ കൂവപ്പൊടി വെച്ച് ചെയ്തെടുത്താലും മതി, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം നമുക്ക്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള ഹലുവയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു.